വിശ്വാസം കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയും പ്രതീക്ഷയുമാണത്. തങ്ങളുടെ വിയർപ്പിന്റെ പങ്കും അധ്വാനത്തിന്റെ വിഹിതവും ഭക്തിയോടെ സമർപ്പിച്ച ഒരു ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് ഇന്ത്യയിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതെ, അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിൽ നടന്ന കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായിരുന്നു. പക്ഷെ ഇന്ന് ഈ നിമിഷം രാജ്യം ഉറ്റുനോക്കുന്നത് മറ്റൊരു കാര്യത്തിലേക്ക് കൂടെയാണ്. കോടികളുടെ ചോർച്ചയേക്കാൾ വലിയൊരു അപകടം ഈ വിഷയത്തിൽ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇതുവരെ പുലർത്തിപ്പോരുന്ന കുറ്റകരമായ മൗനമാണ്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് തിരിതെളിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ നേരിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഈ ജൂലൈ 18 അയച്ച കത്തിൽ അവർ പറയുന്നത് കേവലം വാക്കുകളായിരുന്നില്ല, മറിച്ച് പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ശക്തമായ ഒരു താക്കീതിന്റെ സ്വരമായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചോദിക്കുന്നത് ഒരേ കാര്യമാണ്: വിശ്വാസികളുടെ ചോരയും കണ്ണുനീരും കലർന്ന പണം തട്ടിയെടുക്കപ്പെട്ടിട്ടും ഈ മൗനം എന്തുകൊണ്ടാണ് താങ്കൾ തുടരുന്നത്? സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്തത് ഈ കേന്ദ്ര സർക്കാരാണ്. അതായത് RSSുമായും VHPയുമായും അടുത്ത ബന്ധമുള്ളവരെയാണ് അവർ ഭരണസമിതിയിൽ തിരികെ കയറ്റിയിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് സാമ്പത്തിക പരിശോധന അവർക്കെതിരെ ഉണ്ടാകുന്നില്ല? ഭക്തർ സമർപ്പിച്ച സ്വർണവും വെള്ളിയും പണവും അടക്കമുള്ള എല്ലാ കാണിക്കകളുടെയും കണക്കുകൾ എന്തുകൊണ്ട് പരസ്യപ്പെടുത്താൻ ഭരണകൂടം ഇന്നുവരെ തയ്യാറാകുന്നില്ല എന്ന ചോദ്യങ്ങളാണ് ഈ പ്രതിപക്ഷ പാർട്ടി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പുകയുന്ന ഈ തീ കെടുത്താൻ ഉത്തർപ്രദേശ് പോലീസാണ് കളത്തിലിറങ്ങിയത്. അന്വേഷണം പ്രഖ്യാപിച്ച് ട്രസ്റ്റിലെ പരാതിയിൽ 8 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ചോദ്യം ഇതാണ്: ഇത് യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താനാണോ, അതോ ചെറുകിട ജീവനക്കാരെ മാത്രം ബലിയാടാക്കി ട്രസ്റ്റിലെ ഉന്നതരെ രക്ഷിച്ചെടുക്കാനാണോ? സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കാൻ കാരണവും ഇത് തന്നെയാണ്. ഇതിനിടയിലാണ് കഥയിൽ നിർണായകമായ മറ്റൊരു തിരിച്ചടി കൂടെ ഉണ്ടാക്കുന്നത്. അയോധ്യ കേസിൽ തുടക്കം മുതൽ പോരാടിയ നിർമോഹി അഗാധ വീണ്ടും സുപ്രീം കോടതിയുടെ വാതിലുകൾ മുട്ടുകയാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ ട്രസ്റ്റിന്റെ സുതാര്യതയില്ലായ്മയാണ് കാണിക്കുന്നതെന്നും 2019 ചരിത്ര വിധിയുടെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് പുനഃസംഘടിപ്പിച്ച് പരമ്പരാഗത അഖാഡകൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. കോടിക്കണക്കിന് ജനങ്ങളുടെ ആത്മീയവും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഇനി ഒരിക്കലും എളുപ്പത്തിൽ പിന്മാറാനോ മൗനം പ്രാപിക്കാനോ സാധ്യമല്ല. വരാനിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിൽ പാർലമെന്റ് ചർച്ച ചെയ്യുക കേവലം രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമായിരിക്കില്ല, ഈ രാജ്യത്തെ സാധാരണക്കാരുടെ വിശ്വാസവഞ്ചനയെ കൂടിയായിരിക്കും. Waytonikah.com, the exclusive Muslim matrimonial site.